പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പൂരം കലക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിടുകയായിരുന്നു. BJP-യും CPM-ഉം തമ്മിലുള്ള ഗൂഢാലോചനയുടെ ബലമായിട്ടാണ് പൂരം കലക്കിയത്. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നലെ ചേർന്ന UDF യോഗം ഈ വിഷയങ്ങളിൽ മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ വിലയിരുത്തിയത് വലിയ ഭരണ പരാജയമാണ് കേരളത്തിൽ. ഈ വിഷയങ്ങളുടെ മറവിൽ ഈ ഭരണപരാജയം കൂടി ഗവൺമെൻറ് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോവുക. ചെക്ക് പോലും മാറുന്നില്ല. 5 ലക്ഷം രൂപയുടെ മീതെ ചെക്ക് മാറുന്നില്ല. ഗവേണൻസ് നടക്കുന്നില്ല, ഭരണം നടക്കുന്നില്ല. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം വിവിധ വകുപ്പുകൾ, കേരളത്തിലെ പൊതുജനാരോഗ്യ അപകടത്തിൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞു, മാവേലി സ്റ്റോറുകളിൽ സാധനമില്ല, KSRTC തകർന്നു, KSEB ഒരു കൊല്ലം 2 പ്രാവശ്യം ചാർജ് കൂട്ടി വീണ്ടും ചാർജ് കൂട്ടാൻ പോകും. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കനത്ത പ്രതിസന്ധിയിലൂടെ, ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു, വെൽഫെയർ ആക്ടിവിറ്റീസ് തകർന്നു, കാരുണ്യ സംവിധാനം, ഇൻഷുറൻസ് അടക്കമുള്ള സാധനങ്ങൾ തകർന്നു. തികഞ്ഞ ഭരണപരാജയമാണ് സർക്കാർ. ഈ ഭരണപരാജയത്തിൻ്റെ പേരിലും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി UDF തെരുവിലിറങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി നാളെ വൈകുന്നേരം സംസ്ഥാന വ്യാപകമായി അതിൻ്റെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടക്കും. 8-ാം തീയതി തിരുവനന്തപുരത്ത് പരാജയമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. വീണ്ടും അതിലേക്ക് UDF-ന്റെ വൻ പ്രതിഷേധ പരിപാടികൾ വരും. അതെല്ലാം തുടക്കമാണ്. നല്ല രീതിയിലുള്ള സമരത്തിലേക്ക്, സമര പരമ്പരകളിലേക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം. ഇത് ഞങ്ങൾ UDF-ന്റെ പറഞ്ഞ വാചകം നേരത്തെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വാചകം സർക്കാരല്ല ഇത് കൊള്ളക്കാർ എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന, അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. മാഫിയ സംഘങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയടക്കിയിരിക്കുന്നു. അവർക്കാണ് അവിടെ നിയന്ത്രണം. അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പോലീസിനെ നിർവീര്യമാക്കി മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കേണ്ട പോലീസിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഉപജാപക സംഘമാണ്. അത് തന്നെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു ഭരണകക്ഷി MLA അതുപോലെ തന്നെ ആവർത്തിക്കുന്നത്. അതായത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളിത് പറഞ്ഞല്ലോ, അന്വേഷണങ്ങൾ പ്രഹസനമാണ്. അതായത് ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു, പകുതി കാര്യം അന്വേഷിക്കില്ല എന്നും. അത് തന്നെ ഇരട്ടത്താപ്പല്ലേ. അജിത് കുമാറിനെതിരെ അന്വേഷിക്കും, ശശിക്കെതിരെ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. അജിത് കുമാറിനെതിരെ അന്വേഷിക്കാൻ ആരെയാണ്? DGP-യെ നിയോഗിച്ചു. അതിന് കീഴെ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. പൂരം കലക്കിയത് അന്വേഷിക്കാൻ പൂരം കലക്കിയ ആൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട്, പൂരം കലക്കിയ ആൾ, കലക്കാൻ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയ ആൾ, കമ്മീഷണർ കൊടുത്ത പോലീസ് മാനേജ്മെന്റ് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. തികഞ്ഞ പരാജയമാണ്, ഭരണപരാജയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അന്വേഷണവും പ്രഹസനം മാത്രമെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയിൽ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇടവേളയ്ക്ക്